ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ഉദ്യോഗസ്ഥകളിൽ ഒരാളാണ് 44-കാരിയായ കേണൽ സോഫിയ ഖുറൈഷി. പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് പകരമായി പാക് ഭീകരർക്കു നേരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെപ്പറ്റി രാജ്യത്തെ അറിയിക്കാൻ നിയോഗിക്കപ്പെട്ടത് സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. സൈനിക രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങളാണ് ഇരുവരും. സൈന്യത്തിൽ ഞങ്ങൾ തുല്യ അവസരങ്ങളിലും തുല്യ ഉത്തരവാദിത്തത്തിലും വിശ്വസിക്കുന്നു. പുരുഷന്മാർക്കും വനിതാ ഓഫീസർമാർക്കും തമ്മിലിവിടെ യാതൊരു അന്തരവുമില്ല. കേണൽ സോഫിയ ഖുറൈഷിയെ നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തത് അവൾ ഒരു വനിതയായതുകൊണ്ടല്ല, മറിച്ച് സൈന്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവും നേതൃഗുണങ്ങളും ഉള്ളതുകൊണ്ടാണ്. സൈനിക രംഗത്ത് മികവും റെക്കോർഡുകളുമുള്ള സോഫിയ ഖുറൈഷിയെ നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞതിങ്ങനെയായിരുന്നു: സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് ഗുജറാത്ത് സ്വദേശിയായ സോഫിയ ഖുറൈഷി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുത്തച്ഛന്റെ പാത പിന്തുടർന്ന് സൈന്യത്തിലെത്തിയ സോഫിയയുടെ ഭർത്താവും സൈനിക ഓഫീസറാണ്. 1999 ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്ന് ലഫ്റ്റനന്റായാണ് സോഫിയ ഖുറൈഷി സൈന്യത്തിൽ എത്തിയത്. 2016 18 രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് 18 സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സോഫിയ ഖുറൈഷിയാണ്. ഫോഴ്സ് 18 ഏക വനിതാ കണ്ടിജന്റ് കമാൻഡർ എന്ന നേട്ടവും സോഫിയക്ക് സ്വന്തം. 2006 കോംഗോയിലെ UN പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ സൈനിക നിരീക്ഷകയായി സോഫിയ ഖുറൈഷി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കണ്ട സ്വപ്നത്തിൽ നിന്നാണ് വ്യോമസേനയിലേക്കുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ യാത്ര ആരംഭിച്ചത്. ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തന്റെ പേരിന്റെ അർത്ഥം ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിച്ചു. ആദ്യം വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി. 2019 ഡിസംബർ 18 ഫ്ലൈയിംഗ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മണിറംഗ് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസസ് മൗണ്ടനിയറിംഗ് ടീമിന്റെ ഭാഗമായിരുന്നു വ്യോമിക. 2020 അരുണാചൽ പ്രദേശിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ മികവ് തെളിയിച്ചിട്ടുമുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.